ക്വാണ്ടം ഫിസിക്സ് ആൻഡ് കോൺഷ്യസ്നസ്, അതാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ചുരുക്കി വിവരിക്കാം. ശാസ്ത്രപ്രചാരകനായ ശ്രീ സാബു ജോസിൻ്റേതായി വന്ന ആത്മാവിൻ്റെ ക്ഷേത്രം എന്നൊരു ലേഖനം വായിക്കാനിടയായി. അതുപോലെ തന്നെ ഇതേ വിഷയം അദ്ദേഹം അവതരിപ്പിക്കുന്ന ആത്മാവിൻ്റെ ക്വാണ്ടം ക്ഷേത്രം എന്നൊരു പ്രഭാഷണം, അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റിനെ വിമർശിക്കുക, അതുപോലെ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ വിമർശിക്കുക എന്നതാണ് ഈ പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം. പ്രസൻറ്റേഷന് രണ്ട് ഭാഗമാണുള്ളത്. ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് അടിസ്ഥാന മനസ്സിലാക്കൽ ആവശ്യമാണ്. അതിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം പറയും. അതിനെയാണ് ക്വാണ്ടം ലിറ്ററസി. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ആദ്യ ഭാഗം ക്വാണ്ടം ലിറ്ററസി, ക്വാണ്ടം സാക്ഷരത. ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് അനേകം കപടശാസ്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി ക്വാണ്ടം ലിറ്ററസി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയം, ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പറയുന്നത്, എന്തല്ല പറയുന്നത് എന്ന് കൃത്യമായി ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ കപടശാസ്ത്രത്തിനെതിരെയും അന്ധവിശ്വാസത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ മാർഗം എന്ന് കരുതുന്നു. ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്ന വാക്കിൽ നിന്ന് തുടങ്ങാം. ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളെല്ലാം തന്നെ. സാബു ജോസിൻ്റെ പോസ്റ്റും പ്രഭാഷണവും ഇതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ക്വാണ്ടം എന്ന വാക്കും കോൺഷ്യസ്നെസ് എന്ന വാക്കും ഒരുമിച്ച് വരുന്നത്? എന്തുകൊണ്ടാണ് അവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നത്? അതിനുത്തരം പറഞ്ഞത്, ഒരുപക്ഷെ ഏറ്റവും നന്നായി അതിനുത്തരം പറഞ്ഞത് ഓസ്ട്രേലിയൻ ഫിലോസഫറായ ഡേവിഡ് ചാൽമേഴ്സ് ആണ്. അദ്ദേഹം പറഞ്ഞതാണ്, കോൺഷ്യസ്നെസ് ഇസ് കൺഫ്യൂസിങ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് കൺഫ്യൂസിങ്, സോ മേ ബി ദേ ആർ സംഹൗ റിലേറ്റഡ്. കോൺഷ്യസ്നെസ് കൺഫ്യൂസിംഗ് ആണ്, ക്വാണ്ടം മെക്കാനിക്സും കൺഫ്യൂസിംഗ് ആണ്. രണ്ടും കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും. ഇത് തന്നെയാണ് ക്വാണ്ടം കോൺഷ്യസ്നെസ് എന്ന സംജ്ഞയ്ക്ക് കീഴിൽ വരുന്ന എല്ലാ ഹൈപ്പോത്തിസിസുകളുടെയും എല്ലാ കപടശാസ്ത്രങ്ങളുടെയും എല്ലാത്തിൻ്റെയും മോട്ടിവേഷൻ. കോൺഷ്യസ്നെസ് എന്നത് കൺഫ്യൂസിംഗ് ആണെന്ന് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബോധം, കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് എന്ന് പറയും. പക്ഷെ ബ്രെയിൻ എന്നത് വളരെ സങ്കീർണമായുള്ളൊരു ഫിസിക്കൽ സിസ്റ്റമാണ്. അനേകം ന്യൂറോണുകളുണ്ട്. അത്ര സങ്കീർണമായൊരു അത്ര കോംപ്ലക്സ് ആയൊരു ഫിസിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് ബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കിന്ന് കൃത്യമായി അറിയില്ല. അതിനെക്കുറിച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ബ്രെയിനിൻ്റെ സങ്കീർണത തന്നെയാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ സങ്കീർണത കാരണമാണ് കോൺഷ്യസ്നെസ് എന്ന വാക്ക്, അല്ലെ കോൺഷ്യസ്നെസ് എന്ന നമ്മുടെ എക്സ്പീരിയൻസ് എന്ന പ്രതിഭാസം കൺഫ്യൂസിംഗ് ആവുന്നത്. എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് കൺഫ്യൂസിംഗ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാന ചില കൺഫ്യൂഷൻസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിൽ തന്നെ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്ന ഇതാണ്: ഒരു ഇലക്ട്രോണിന് അനുവദനീയമായ ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ അവസ്ഥകളിലെല്ലാം ഒരുമിച്ചായിരിക്കുക എന്നതും ഇലക്ട്രോണിൻ്റെ സാധ്യമായൊരു സ്റ്റേറ്റ് ആണ്. ഇവിടെ അവസ്ഥ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് എന്ന വാക്കിൻ്റെ തർജ്ജമയായിട്ടാണ്. ഈ അനുവദനീയമായ എന്ന് പറഞ്ഞു. അനുവദനീയമായ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും അനുവദിക്കുന്നു എന്നല്ല, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന ഇക്വേഷൻ അനുവദിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ്. അനുവദനീയമായ ഒന്നിലധികം അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇക്വേഷൻ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന ഇക്വേഷനായ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുവദിക്കുന്ന ഒന്നിലധികം അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവയിലെല്ലാം ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നതും ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പോസിബിളായ സ്റ്റേറ്റ് ആണ്. ഇനി മുതൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിന് ഒരു ഇലക്ട്രോൺ എന്ന് പറയാം. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ ലോകത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാം. ഇനി ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് സ്ഥാനം, ഇലക്ട്രോണിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനായിരിക്കാൻ അനുവദനീയമായ രണ്ട് സ്ഥാനങ്ങളുണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന്, അതായത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇലക്ട്രോണിന് രണ്ട് പോസിബിളായ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് കരുതുക. പോസിബിളായ സ്ഥാനങ്ങൾ അനുവദനീയമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും ഒരുമിച്ചായിരിക്കാനും ഒറ്റ ഇലക്ട്രോണിന് കഴിയും. അതും ഇലക്ട്രോണിൻ്റെ സാധ്യമായൊരു അവസ്ഥയാണ്. ഇലക്ട്രോണിൻ്റെ ജനറൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ രണ്ട് അനുവദനീയമായ സ്ഥലങ്ങളിലും ഒരുമിച്ചായിരിക്കുക എന്നതാണ്. ഒന്നിലധികം സ്ഥാനത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പിക് ലോകത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ആൾക്കാരെ കണ്ടാൽ എങ്ങനെയായിരിക്കും എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സിനിമയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് നന്ദനം എന്നുള്ള സിനിമയിൽ നിന്നുള്ള രംഗമാണ്. ഇവിടെ കുമ്പിടി ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിരുന്നു എന്ന് തോന്നുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ മുഖഭാവം കാണാം. ഏകദേശം ഇത് തന്നെയായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷൻ തത്വം എൻകൗണ്ടർ ചെയ്തപ്പോൾ ഫിസിസിസ്റ്റിൻ്റെയും അവസ്ഥ. ഏകദേശം ഈ മുഖഭാവം തന്നെ ആയിരുന്നിരിക്കണം.
പക്ഷേ ഇക്കാര്യത്തിൽ കുമ്പിടി തട്ടിപ്പ് കാണിച്ചതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇലക്ട്രോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. ഇലക്ട്രോൺ തട്ടിപ്പ് കാണിക്കുന്നതല്ല. ഇലക്ട്രോൺ ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കാൻ കഴിയും, ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കാൻ കഴിയും, ഒന്നിലധികം എനർജി ലെവൽസിൽ ഒരുമിച്ച് ആയിരിക്കാൻ കഴിയും. ഇതെല്ലാം ഒറ്റ ഇലക്ട്രോണിന് സാധിക്കും. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇലക്ട്രോണിന് ഒരു സമയത്ത് ഒന്നിലധികം സ്ഥലങ്ങളിലായിരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രോണിന് ഒന്നിലധികം അവസ്ഥകൾ ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നുവെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല. നമ്മുടെ നേച്ചർ ഇങ്ങനെയാണ്, നമ്മുടെ ലോകം ഇങ്ങനെയാണ് എന്ന് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുള്ളൂ. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഇറ്റ്സ് നോട്ട് ആൻ എക്സ്പ്ലനേഷൻ. ഈ സൂപ്പർ പൊസിഷൻ എന്നത് നമ്മുടെ ഫിസിക്കൽ ലോകം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാക്റ്റാണ്, നമ്മളിൽ ഫോഴ്സ് ചെയ്യുന്നൊരു ഫാക്റ്റാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. ദാറ്റ്സ് എ ഫീച്ചർ ഓഫ് അവർ നേച്ചർ. ദാറ്റ്സ് എ ഫീച്ചർ ഓഫ് ദ വേൾഡ് വി ലിവ് ഇൻ. ദാറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ദ വേൾഡ് വി ലിവ് ഇൻ. ഇനി ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. അതിനെ ഒരു ചെറിയ ഇക്വേഷൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമോ നോക്കാം. എ ബി എന്നുള്ളത് രണ്ട് പോസിബിൾ പൊസിഷൻസ് ആണെന്ന് കരുതുക. ഈ പൊസിഷൻസിനെയാണ് നമ്മൾ എയും ബിയും എന്ന് പറയുന്നത്. ഈ പൊസിഷൻ തന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും എന്ത് അവസ്ഥ വേണമെങ്കിലും ആവാം. പക്ഷേ പൊസിഷൻ, ഉദാഹരണത്തിന് പൊസിഷൻ എടുക്കുക. എയും ബിയും രണ്ട് പോസിബിൾ പൊസിഷൻസ് ആണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ഇലക്ട്രോണിന് എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ആയിരിക്കാൻ കഴിയുമെങ്കിൽ എ പ്ലസ് ബി എന്നതും ഇലക്ട്രോണിൻ്റെ ഒരു പോസിബിൾ സ്ഥാനമാണ്, പോസിബിൾ അവസ്ഥയാണ്. അതായത് എയും ബിയും സാധ്യമായ സ്ഥലങ്ങളാണെങ്കിൽ എയിലും ബിയിലും ഒരുമിച്ചായിരിക്കുന്നതും ഇലക്ട്രോണിന് സാധ്യമായ അവസ്ഥയാണ്. അതാണ് ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. എ പ്ലസ് ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയാണ്. ഇത് റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ എ പ്ലസ് ബി ആണ് നമ്മൾ S1 എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷനാണ്. ഈ S1 എന്നിവിടെ എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന S1 എന്നതിനെ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മൾ അങ്ങോട്ട് വേവ് ഫംഗ്ഷൻ എന്നേ വിളിക്കുന്നുള്ളൂ. ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ S1 എന്നത് വേവ് ഫംഗ്ഷനാണ്. എ പ്ലസ് ബി എന്നുള്ളത് ഇലക്ട്രോണിൻ്റെ ഒരു പോസിബിൾ വേവ് ഫംഗ്ഷനാണ് എന്ന് പറയാം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ തത്വം എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതുകൊണ്ട് തീർന്നില്ല, വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. സൂപ്പർ പൊസിഷൻ മാത്രമാണെങ്കിൽ നമ്മുടെ നേച്ചർ അങ്ങനെയാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ കുറേ കൂടെ പ്രശ്നമുള്ളൊരു കാര്യം കൂടെ ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. അതാണ് മെഷർമെൻറ്റ് പ്രോബ്ലം. ഇത്ര സമയം പറഞ്ഞത് സൂപ്പർ പൊസിഷൻ, ഒന്നിലധികം അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ മെഷർമെൻ്റ് ഒന്നും നടത്താത്തപ്പോഴാണ്. പക്ഷെ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഇലക്ട്രോണിനെ സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റിൽ കാണാൻ കഴിയില്ല. മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും സാധ്യമായ ഏതെങ്കിലും അവസ്ഥകളിൽ മാത്രമേ ഇലക്ട്രോണിനെ കാണാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് S1 = A + B എന്നുള്ളതാണ് ഇലക്ട്രോണിൻ്റെ ഒരു അവസ്ഥയായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത്. അതാണ് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ. അതായത് എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥ. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എ എന്ന സ്ഥാനത്തും ബി എന്ന സ്ഥാനത്തും ഇലക്ട്രോണിനെ നമുക്ക് കാണാൻ കഴിയില്ല, എന്ന് വെച്ചാൽ ഒരുമിച്ച് കാണാൻ കഴിയില്ല. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ എ എന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ബി എന്ന സ്ഥാനത്ത് മാത്രമേ ഇലക്ട്രോണിനെ കാണാൻ കഴിയുള്ളൂ. അതായത് മെഷർമെൻറ്റ് എന്നത് ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ എങ്ങനെയോ മാറ്റുന്നു. മെഷർ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സ്ഥാനത്ത് ഒരുമിച്ച് കാണാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കാണാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ബി എന്ന സ്ഥാനത്താണ് ഇലക്ട്രോണിനെ കാണുന്നതെന്ന് കരുതുക. അതിനർത്ഥം എ എന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രോൺ ഇല്ല. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ പുതിയ വേവ് ഫംഗ്ഷൻ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഇലക്ട്രോണിൻ്റെ പുതിയ വേവ് ഫംഗ്ഷനാണ് S2 എന്ന് വിളിക്കുന്നത്. S2 = B. അതായത് ബി എന്ന സ്ഥാനത്ത് മാത്രമുള്ള അവസ്ഥയാണ് ഇലക്ട്രോണിൻ്റെ പുതിയ വേവ് ഫംഗ്ഷൻ. അതായത് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ A + B എന്നത് മെഷർ ചെയ്യുന്നതിന് മുമ്പുള്ള വേവ് ഫംഗ്ഷനാണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ബി എന്ന സ്ഥാനത്തുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ പുതിയ വേവ് ഫംഗ്ഷൻ ബി എന്ന സ്ഥാനത്ത് മാത്രമായിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇതിനാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളൊരു മെഷർമെൻറ്റ് നടത്തി നോക്കുമ്പോൾ ഏതോ രീതിയിൽ സിസ്റ്റത്തിനെ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ A + B എന്നുള്ള വേവ് ഫംഗ്ഷനിൽ നിന്ന് B എന്ന വേവ് ഫംഗ്ഷനിലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്തു. ഇതിനാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. ഇതിനെ വേവ് ഫംഗ്ഷൻ റിഡക്ഷൻ എന്നും പറയാറുണ്ട്. ഇത് കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ മെഷർ ചെയ്യാത്തപ്പോഴും മെഷർ ചെയ്യുമ്പോഴും മെഷർമെൻറ്റ് എന്താണ് ഇതുവരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. തൽക്കാലം നമ്മൾ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചു, അതിനാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നതെന്ന് കരുതുക. മെഷർ ചെയ്യാത്തപ്പോഴും മെഷർ ചെയ്യുമ്പോഴും ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റ് വ്യത്യസ്തമാണ്. ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഇങ്ങനെയല്ലാതെ ക്വാണ്ടം മെക്കാനിക്കൽ ലോകത്തെ ഡിസ്ക്രൈബ് ചെയ്യുക സാധ്യമല്ല. ഇങ്ങനെയാണെങ്കിൽ പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരാം. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് അത് എല്ലാ സ്ഥലത്തും ഒരുമിച്ചായിരുന്നു, മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചുരുങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ കൃത്യമായിട്ട് എവിടെ കാണുന്നു എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എ എന്ന സ്ഥാനത്തോ ബി എന്ന സ്ഥാനത്തോ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ്, സംഭാവ്യത. ഈ കേസിൽ ഉദാഹരണത്തിന് S1 = A + B എന്ന വേവ് ഫംഗ്ഷൻ എഴുതി കഴിയുമ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തി കഴിയുകയാണെങ്കിൽ എ എന്ന സ്ഥാനത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് ഈ വേവ് ഫംഗ്ഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും.
അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ വേവ് ഫംഗ്ഷനെ നമുക്ക് ആ പ്രോബബിലിറ്റി കണക്കാക്കാൻ കഴിയും. പ്രോബബിലിറ്റി എന്താണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യും. ഇപ്പോൾ 50-50 പ്രോബബിലിറ്റി എന്ന് കരുതുക. അതായത് എ എന്ന സ്ഥാനത്ത് കാണാൻ 50% സാധ്യതയും സംഭാവ്യതയും ബി എന്ന സ്ഥാനത്ത് കാണാൻ 50% സംഭാവ്യതയുമാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇതേപോലുള്ള സിസ്റ്റംസ് കുറേ എണ്ണം എടുത്തിട്ട് പലതവണ മെഷർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ പകുതി തവണ, ഏകദേശം പകുതി തവണ എ എന്ന സ്ഥാനത്ത് ഇലക്ട്രോണിനെ മെഷർ ചെയ്യും, ബാക്കി പകുതി തവണ ബി എന്ന സ്ഥാനത്തും ഇലക്ട്രോണിനെ മെഷർ ചെയ്യും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റീസ് മാത്രമാണ്. മെഷർ ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ ഇലക്ട്രോൺ ഇപ്പോൾ മെഷർ ചെയ്ത ഉടനെ മെഷർ ചെയ്തപ്പോൾ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ ബി എന്ന ഇതിലേക്ക് മാറി, S2 = B എന്ന വേവ് ഫംഗ്ഷനിലേക്ക് മാറി. ഉടനെ തന്നെ വീണ്ടും മെഷർ ചെയ്യുകയാണെങ്കിൽ ബി എന്ന സ്ഥാനത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സൂപ്പർ പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്തു. ഈ സൂപ്പർ പൊസിഷനും മെഷർമെൻറ്റ് പ്രോബ്ലവുമല്ല, അല്ലെ വേവ് ഫംഗ്ഷൻ കൊളാപ്സും എല്ലാം മൈക്രോസ്കോപ്പിക് ലോകത്ത് കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്നൊരു ചിന്താ പരീക്ഷണമാണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ്. ഷ്രോഡിംഗേഴ്സ് ക്യാറ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എങ്ങനെയാണ്? ഒരു ചിന്താ പരീക്ഷണമാണ്. അപ്പോൾ ചിന്തിച്ചാൽ മതി, നമുക്ക് ഇമാജിൻ ചെയ്താൽ മതി. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എങ്ങനെയാണ്? ഒരു പൂച്ചയെ ഒരു ബോക്സിനകത്ത് അടച്ചിരിക്കുകയാണ്, ഒരു പെട്ടിക്കകത്ത് അടച്ചിരിക്കുകയാണ്. പെട്ടിക്കകത്ത് അടച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഐസൊലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റുമായിട്ട് യാതൊരു ഇൻട്രാക്ഷനും ഇല്ലാത്ത രീതിയിൽ പൂച്ചയെ ഐസൊലേറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബോക്സിൽ അടച്ചു എന്ന് പറയുമ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പെട്ടിക്കുള്ളിൽ വേറെയും ചില സംവിധാനങ്ങളുണ്ട്. ഇതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സയനൈഡ് ബോട്ടിലുണ്ട്. സയനൈഡ് ബോട്ടിൽ പൊട്ടിയാൽ അതിലുള്ള സയനൈഡ് ഗ്യാസ് പുറത്തു വരും, അത് ശ്വസിച്ച് പൂച്ച ചാവും. അതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ ഐഡിയ. ഈ സയനൈഡ് ബോട്ടിലിൻ്റെ മുകളിൽ ഒരു ചുറ്റിക പോലുള്ളൊരു ഭാരം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി ഈ ഭാരം താഴേക്ക് വീണാൽ ഈ കുപ്പി പൊട്ടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. തീർന്നില്ല. ഈ ഭാരം താഴേക്ക് വീഴുന്നതിനെ ട്രിഗർ ചെയ്യുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഇവൻ്റാണ്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയയാണ്. ഇപ്പോൾ നമ്മുടെ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ഇതാണ്. ഒരു പെട്ടിയുണ്ട്, പെട്ടിയുടെ ഉള്ളിൽ ഒരു പൂച്ചയുണ്ട്, ഒരു സയനൈഡ് ബോട്ടിലുണ്ട്, സയനൈഡ് ബോട്ടിലിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചുറ്റികയുണ്ട്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഇവൻ്റാണ് ഈ ചുറ്റിക താഴെ വീഴുന്നതിന് ട്രിഗർ ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടം മെക്കാനിക്കൽ ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചുറ്റിക താഴെ വീഴുകയും, അത് സെൻസർ എന്തെങ്കിലും വെച്ചാൽ മതി, താഴെ വീഴുകയും സയനൈഡ് ബോട്ടിൽ പൊട്ടി പൂച്ച ചാവുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആറ്റം റേഡിയേഷൻ പുറത്തുവിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സ് ആണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയയായിട്ട് നമുക്ക് റേഡിയോ ആക്റ്റീവ് ആറ്റത്തിൻ്റെ ഡീകേ ഉപയോഗിക്കാം. റേഡിയോ ആക്റ്റീവ് ആറ്റം നമ്മൾ ഈ പെട്ടിയുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും കരുതുക. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീകേ ചെയ്യുകയാണെങ്കിൽ, ഡീകേ ചെയ്യുക പറഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുക. റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പ്രക്രിയയാണ്. റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെയുള്ള ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും, ആ ചുറ്റിക താഴെ വീഴും, കുപ്പി പൊട്ടും, പൂച്ചയാവും. റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീകേ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പൂച്ച ജീവനോടെ തന്നെ ഇരിക്കും. ഇനി അല്പസമയം കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ സ്റ്റേറ്റ് എന്താണ്, പൂച്ചയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം, റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീകേ ചെയ്തിട്ടുണ്ടെങ്കിൽ സയനൈഡ് ബോട്ടിൽ പൊട്ടി പൂച്ച ചത്തിട്ടുണ്ടാവും. റേഡിയോ ആക്റ്റീവ് ആറ്റം ഡീകേ ചെയ്തിട്ടില്ലെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. അപ്പോൾ എയ്തർ ഡെഡ് ഓർ എലൈവ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അർത്ഥം. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതല്ല. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം അല്പസമയം കഴിയുമ്പോൾ റേഡിയോ ആക്റ്റീവ് ആറ്റത്തിന് 2 പോസിബിൾ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഒന്നുകിൽ ഡീക്കേഡ് എന്ന സ്റ്റേറ്റ്, അല്ലെങ്കിൽ നോട്ട് ഡീക്കേഡ് എന്ന അവസ്ഥ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൂച്ചയുടെ അവസ്ഥ എന്താണ്? ഡീക്കേഡ് ആണെങ്കിൽ പൂച്ച ചത്തിട്ടുണ്ടാവും, നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. അതായത് പക്ഷേ ആറ്റത്തിൻ്റെ അവസ്ഥ ഇതിലേതെങ്കിലും ഒന്നല്ല, ഇത് രണ്ടിലും കൂടെയാണ് ആറ്റം ഉള്ളത്. ഡീക്കേഡ് പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നുള്ളതാണ് ആറ്റത്തിൻ്റെ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൂച്ചയുടെ സ്റ്റേറ്റ് ഡെഡ് പ്ലസ് എലൈവ് എന്നുള്ളത് ആയിരിക്കും. അതാണ് അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ പൂച്ച, ജീവനോടുള്ള പൂച്ച അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചത്ത് കിടക്കുന്ന പൂച്ചയും ജീവനില്ലാത്ത പൂച്ചയും വരച്ചിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്കലായിട്ട് ഡെഡ് പ്ലസ് എലൈവ് എന്ന സ്റ്റേറ്റിലാണ് പൂച്ച ഉണ്ടാവുക എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ പൂച്ചയുടെ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സംശയം വരാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂച്ചയുടെ ശരീരത്തിലുള്ള ആറ്റങ്ങളുടെ കൃത്യമായിട്ടുള്ള കോൺഫിഗറേഷൻ, അതിനാണ് പൂച്ചയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഡെഡ് ആയിട്ടുള്ള ക്യാറ്റ്, ജീവനില്ലാത്ത പൂച്ചയുടെ ശരീരത്തിലെ ആറ്റങ്ങൾക്ക് ഒരു നിശ്ചിത കോൺഫിഗറേഷൻ ആയിരിക്കും. ജീവനുള്ള പൂച്ചയുടെ ശരീരത്തിലെ ആറ്റങ്ങളുടെ കോൺഫിഗറേഷൻ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഇത് മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് പൂച്ചയുടെ ശരീരത്തിലുള്ള എല്ലാ ആറ്റത്തിൻ്റെയും അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചിന്താപരീക്ഷണത്തിൽ നമുക്കതെല്ലാം അറിയാം എന്ന് അസ്യൂം ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ല, ചിന്താപരീക്ഷണത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ പൂച്ചയുടെ ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജീവനില്ലാത്ത പൂച്ചയുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ആറ്റങ്ങളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണെന്ന് ഓർക്കുക. പൂച്ചയുടെ അവസ്ഥ ഡെഡ് പ്ലസ് എലൈവ് ആണെന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി പെട്ടി തുറന്നു നോക്കുകയാണെങ്കിലോ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുകയാണ്. അത് പൂച്ചയുടെ അവസ്ഥ ശരിക്കും എന്താണെന്ന് അറിയാൻ നമ്മൾ മെഷർമെൻറ്റ് നടത്തുകയാണ്. പെട്ടി തുറന്നു നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സൂപ്പർ പൊസിഷനിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെ കാണാൻ കഴിയില്ല. പക്ഷേ മെഷർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതിൻ്റെ പെരുമാറ്റം വിവരിക്കണമെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ ഇല്ലാതെ പറ്റുകയില്ല. അതായത് പെട്ടി തുറന്നു നോക്കുകയാണെങ്കിൽ ഇത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇതൊരു ഹാപ്പി എൻഡിങ് ആവാൻ വേണ്ടി ജീവനുള്ള പൂച്ചയാണ് കണ്ടതെന്ന് കരുതുക. നമ്മൾ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ജീവനുള്ള പൂച്ചയാണ് കണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ഇതാണ്. പൂച്ചയുടെ മെഷർമെൻറ്റിന് മുമ്പുള്ള അവസ്ഥ ഡെഡ് പ്ലസ് എലൈവ് എന്നുള്ളതാണ്. അവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത് എലൈവ് എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പൂച്ചയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ഡെഡ് പ്ലസ് എലൈവ് എന്നതിൽ നിന്ന് എലൈവ് എന്നുള്ളതിലേക്ക് കൊളാപ്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ മെഷർമെൻറ്റ് പ്രോബ്ലവും ഒരു മാക്രോസ്കോപ്പിക് ലോകത്തിലേക്ക് നമ്മൾ മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഷ്രോഡിംഗറുടെ പൂച്ചയുടെ കഥ പലപ്പോഴും നിങ്ങളെല്ലാവരും പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാകും. കാരണം ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാം തന്നെ ഈ പൂച്ചയുടെ കഥ പറയാറുണ്ട്. ഈ ഷ്രോഡിംഗറുടെ മകൾ ഒരിക്കൽ പറഞ്ഞത് ഷ്രോഡിംഗറിന് പൂച്ച ഇഷ്ടമില്ലായിരുന്നു എന്നാണ് തോന്നുന്നതെന്ന്. കാരണം അത്ര മോശാവസ്ഥകളിൽ കൂടെയാണ് പൂച്ച കടന്നു പോകുന്നത്. ഒരേ സമയം ഡെഡ് ആൻഡ് എലൈവ് എന്നുള്ള അവസ്ഥകളിൽ കൂടെ എല്ലാം പൂച്ച കടന്നു പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെൻറ്റ്, തോട്ട് എക്സ്പെരിമെൻറ്റ് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഒളിച്ച് കടത്തിയൊരു കാര്യമുണ്ട്, അല്ലെ പൊതുവെ ഒളിച്ച് കടത്തുന്നൊരു കാര്യമുണ്ട്. അത് പൊതുവെ അത്ര സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാറില്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാവാം. അതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. അതായത് മുൻപ് ഞാൻ ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ, അതായത് പൂച്ചയുടെ വേവ് ഫംഗ്ഷൻ വരച്ച് കാണിച്ചല്ലോ, ഡെഡ് പ്ലസ് എലൈവ് എന്ന് കാണിച്ചല്ലോ. ഡെഡ് പ്ലസ് എലൈവ് എന്ന് പറഞ്ഞ പൂച്ചയുടെ വേവ് ഫംഗ്ഷൻ മാത്രം പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കലി കൃത്യമല്ല. കാരണം അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല. കുറച്ചുകൂടെ കൃത്യമാക്കാൻ ശ്രമിക്കാൻ, കുറച്ചുകൂടെ കൃത്യമാക്കുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് തരുന്ന വേവ് ഫംഗ്ഷൻ എന്നത് പൂച്ചയുടെയും ആറ്റത്തിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ്. അതായത് ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ടും പൂച്ചയുടെ വേവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ടും അല്ല, പകരം ആറ്റത്തിൻ്റെയും പൂച്ചയുടെയും ആറ്റവും പൂച്ചയും അടങ്ങിയ കോമ്പസിറ്റ് സിസ്റ്റത്തിൻ്റെ ഒറ്റ വേവ് ഫംഗ്ഷനായിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വേവ് ഫംഗ്ഷൻ ഇല്ല. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ വേവ് ഫംഗ്ഷൻ പറയുന്നില്ല. ഇതിനാണ് നമ്മൾ എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പൂച്ചയും ഈ ആറ്റവും എൻറ്റാങ്കിൾഡ് ആണ്. അത് ഒറ്റ വേവ് ഫംഗ്ഷൻ കൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എൻറ്റാങ്കിൾഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പൂച്ചയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ പെട്ടിയുടെ അവസ്ഥ. അപ്പോൾ പെട്ടിക്കകത്തുള്ള സയനൈഡ് ബോട്ടിൽ അതുപോലെയുള്ള ബാക്കി ചുറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. വാസ്തവത്തിൽ അതെല്ലാം കൂടി ഇതിൽ എൻറ്റാങ്കിൾഡ് ആയിരിക്കും. പക്ഷേ എളുപ്പത്തിന് വേണ്ടി പൂച്ച എന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ പൂച്ചയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ചയുടെ ശരീരത്തിലുള്ള ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞു. പൂച്ചയുടെ അവസ്ഥയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് കണക്കാക്കാൻ വേണമെങ്കിൽ, അതായത് ബാക്കിയുള്ള എല്ലാ ആറ്റങ്ങളുടെയും അറേഞ്ച്മെൻറ്റ്, ആ പെട്ടിക്കകത്തുള്ള ബാക്കി എല്ലാ ആറ്റംസിൻ്റെയും അറേഞ്ച്മെൻറ്റിൻ്റെയും കൂടെ പൂച്ചയുടെ സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് കണക്കാക്കാം. സിംപ്ലിസിറ്റിക്ക് വേണ്ടി എല്ലാം കൂടി എഴുതണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ എഴുതുകയാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം പൂച്ചയുടെയും ആറ്റത്തിൻ്റെയും കൂടെയുള്ള കമ്പൈൻഡ് സ്റ്റേറ്റ് കോമ്പസിറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതാണ്. എസ് ഈക്വൽ ടു എൻ ഡി ആൻഡ് എ ലൈവ് കാറ്റ്. എൻ ഡി എന്ന് എഴുതിയിരിക്കുന്നത് നോട്ട് ഡീക്കേഡ്, ആറ്റത്തിൻ്റെ സ്റ്റേറ്റ് നോട്ട് ഡീക്കേഡ് എന്നുള്ള സ്റ്റേറ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലൈവ് ആയിട്ടുള്ള പൂച്ച. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ ഡീക്കേഡ് ആണെങ്കിൽ പൂച്ച ഡെഡ് ആണ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ. അതായത് പൂച്ചയുടെയും ആറ്റത്തിൻ്റെയും വേവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ടല്ല ക്വാണ്ടം മെക്കാനിക്സ് തരുന്നത്, പകരം പൂച്ചയുടെയും ആറ്റവും കൂടെ ചേർന്ന കോമ്പസിറ്റ് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ്. ഈ കോമ്പസിറ്റ് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, ഈ കോമ്പസിറ്റ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ആണ് ആറ്റവും പൂച്ചയും. ഇതിനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പസിറ്റ് സിസ്റ്റം എടുക്കുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് പാർട്സിന് വെവ്വേറെ വേവ് ഫംഗ്ഷൻ അല്ല ഉള്ളത്. ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ഇൻറ്ററാക്ട് ചെയ്യാത്തപ്പോൾ വേറെ വേവ് ഫംഗ്ഷൻ എന്ന് പറയും, ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിന് കോമ്പസിറ്റ് സിസ്റ്റത്തിന് ഒരുമിച്ചൊരു വേവ് ഫംഗ്ഷനേ ഉള്ളൂ. ഇതിനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് കാരണം ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിലായിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ കേസിൽ ആറ്റവും അതുപോലെ തന്നെ പൂച്ചയും, ഇത് തമ്മിലൊരു ചില കോറിലേഷൻസ്, ചില ക്വാണ്ടം മെക്കാനിക്കൽ കോറിലേഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതാണ് എൻറ്റാങ്കിൾമെൻറ്റിനെ കൂടുതൽ ഒരുപക്ഷെ മിസ്റ്റീരിയസ് ആക്കുന്നത്. പൂച്ചയും ആറ്റവും തമ്മിൽ നിലനിൽക്കുന്ന ചില കോറിലേഷൻസ് അത് മനസ്സിലാക്കാൻ ഈ ചിന്താ പരീക്ഷണത്തിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വിചാരിച്ചുള്ളൂ. ചിന്താ പരീക്ഷണം ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണത്തിന് ഈ ആറ്റം, റേഡിയോ ആക്റ്റീവ് ആറ്റം ദൂരെ നിന്ന് വന്ന് പൂച്ചയും ആറ്റവും അടങ്ങുന്ന പെട്ടിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ദൂരേക്ക് പോയി എന്ന് കരുതുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആറ്റം പെട്ടിയുടെ ഉള്ളിൽ തന്നെയാണെന്ന്. ഇനി അതിനെ കുറച്ചൊരു വേരിയേഷൻ വരുത്തിയിട്ട് ഈ ആറ്റം ദൂരെ നിന്ന് വന്ന് പെട്ടിയുമായി ഇൻറ്ററാക്ട് ചെയ്ത്, അല്ലെ പെട്ടിയിലുള്ള സിസ്റ്റവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് വീണ്ടും ദൂരേക്ക് പോയി എന്ന് കരുതുക. പെട്ടി ഇന്ത്യയിലും ആറ്റം സഞ്ചരിച്ച് അമേരിക്കയിൽ എത്തിയെന്ന് കരുതുക. ഇതെല്ലാം ഐസൊലേഷനിലാണ്, വേറെ ഒന്നുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. ചിന്താ വേരിയേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ ആറ്റം അമേരിക്കയിലെത്തി, പെട്ടി ഇവിടെയുണ്ട്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇതിന് രണ്ടിനും കൂടെ ഒരേ വേവ് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ്. ഇത് എവിടെയാണെങ്കിലും
പ്രപഞ്ചത്തിൽ എവിടെ തന്നെയാണെങ്കിലും ഇതൊരു കോമ്പോസിറ്റ് സിസ്റ്റമാണ്, ഇത് ഒറ്റ സിസ്റ്റമാണ്, ഇതിന് മൊത്തത്തിലൊരു വേവ് ഫംഗ്ഷനെ ഉള്ളൂ എന്നതാണ്. അതിൻ്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അതായത് നോട്ട് ഡീക്കേഡ് എലൈവ് പ്ലസ് ഡീക്കേഡ് ഡെഡ് എന്നുള്ള അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. പക്ഷെ മെഷർ ചെയ്യുകയാണെങ്കിലോ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ആവും. അപ്പോൾ ഈ കോമ്പോസിറ്റ് സിസ്റ്റം ആകുമ്പോൾ അതിലേതെങ്കിലും ഒരു ഭാഗത്തിൽ മാത്രം മെഷർ ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കും. ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് ആറ്റത്തെ മെഷർ ചെയ്യാൻ കഴിയുക, ആറ്റം ഡീക്കേഡ് ആണോ നോട്ട് ഡീക്കേഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറയുക. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ സൂപ്പർ പോസ് സ്റ്റേറ്റിലാണ് സിസ്റ്റം ഉള്ളതെന്ന് ഓർക്കണം, അത് മറക്കരുത്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, മെഷർ ചെയ്യുന്നതിന് മുൻപ് സിസ്റ്റത്തിൻ്റെ അവസ്ഥ സൂപ്പർ പോസ് സ്റ്റേറ്റാണ്, കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ. ഇനി അമേരിക്കയിലുള്ള നമ്മുടെ സുഹൃത്ത് ഇത് മെഷർ ചെയ്യുകയാണെന്ന് കരുതുക. എന്നിട്ട് ആറ്റം നോട്ട് ഡീക്കേഡ് ആണ്, ഡീക്കേ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ പൂച്ച ജീവനോടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള പെട്ടിക്കകത്ത് പൂച്ച ജീവനോടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട്. പക്ഷെ മെഷർ ചെയ്യുന്നതിന് മുമ്പ് പൂച്ചയ്ക്ക് അവസ്ഥ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. മെഷർ ചെയ്യുന്നതിന് മുമ്പ് പൂച്ചയ്ക്ക് അവസ്ഥയില്ല. പൂച്ചയും ആറ്റവും അടങ്ങുന്ന സിസ്റ്റം സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നടത്തുന്ന മെഷർമെൻറ്റ്, ആ കോമ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം ആറ്റത്തിൽ മാത്രം നടത്തുന്ന മെഷർമെൻറ്റ് ആ മുഴുവൻ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനെ കൊളാപ്സ് ചെയ്തു. അതായത് ആ ആറ്റത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൂച്ചയുടെ സ്റ്റേറ്റ് മാത്രം പറയാൻ ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. ആ ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പൂച്ചയുടെ സ്റ്റേറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആറ്റം അടങ്ങുന്ന സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂച്ചയുടെ വേവ് ഫംഗ്ഷനെയും മാറ്റുന്നുണ്ട്. പൂച്ചയുടെ വേവ് ഫംഗ്ഷൻ മാത്രമായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നില്ല, പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നുവെന്ന് മാത്രം. ഇതൊരു തരം കോറിലേഷനാണ്, എൻറ്റാങ്കിൾമെൻറ്റിലായിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് തമ്മിലുള്ള ഒരു തരം കോറിലേഷനാണ് എന്ന് പറയാം. സ്പൂക്കി ആക്ഷൻസ് അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ് ഐൻസ്റ്റൈൻ ഇതിനെ വിളിച്ചത്. ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഐൻസ്റ്റൈന് വഹിക്കാനുണ്ട്. അതുമാത്രമല്ല, ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സ് നന്നായി മനസ്സിലാക്കിയിരുന്നു. അന്നത്തെ കാലത്തെ ആരും മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ നന്നായിട്ട് ഐൻസ്റ്റൈൻ മനസ്സിലാക്കിയിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഐൻസ്റ്റൈന് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. ഐൻസ്റ്റൈൻ മനസ്സിലായി ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പറയുന്നതെന്ന്, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് വാസ്തവം. അപ്പോൾ ഐൻസ്റ്റൈന് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായില്ല എന്നെല്ലാം പറയുന്നത് ശരിയല്ല, തെറ്റാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ വിശദീകരിച്ചതിൽ. അതുപോലെ ഈ എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇക്വേഷൻസിൽ ഇങ്ങനെ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് അത്ര ഫോഴ്സ്ഫുള്ളായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് ഐൻസ്റ്റൈൻ തന്നെയാണ്. അത് EPR പാരഡോക്സ് എന്ന് പറയും. ഐൻസ്റ്റൈൻ, പൊഡോൾസ്കി, റോസൻ എന്ന് പറഞ്ഞ 3 പേര് ചെയ്തൊരു പേപ്പറാണ് EPR പേപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതിലാണ് ഈ എൻറ്റാങ്കിൾമെൻറ്റ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയുള്ള ചില സ്പൂക്കി ആക്ഷൻസ് അറ്റ് എ ഡിസ്റ്റൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അത് തെറ്റാണ്, അത് റിലേറ്റിവിറ്റിയായിട്ട് ചേർന്ന് പോകുന്നില്ല എന്നാണ് ഐൻസ്റ്റൈൻ അന്ന് പറഞ്ഞത്. റിലേറ്റിവിറ്റിയുടെ സ്പിരിറ്റുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്ന്. പക്ഷെ നമുക്ക് തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയും. ഈ എൻറ്റാങ്കിൾമെൻറ്റ് ഉപയോഗിച്ച്, എൻറ്റാങ്കിൾമെൻറ്റിലായിരിക്കുന്ന സിസ്റ്റംസ് തമ്മിലുള്ള, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് തമ്മിലുള്ള കോറിലേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രകാശ വേഗതയെക്കാളും കൂടിയ വേഗതയിൽ വിവരം കൈമാറാൻ കഴിയില്ല, ഇൻഫർമേഷൻ അയക്കാൻ കഴിയില്ല. ഇൻഫർമേഷൻ അയക്കാൻ പ്രപഞ്ചത്തിലൊരു വേഗപരിധിയുണ്ട്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രപഞ്ചത്തിലൊരു വേഗപരിധിയുണ്ട്, അത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. അപ്പോൾ ഈ കോറിലേഷൻസ് ഉപയോഗിച്ച്, ക്വാണ്ടം മെക്കാനിക്കൽ കോറിലേഷൻസ് ഉപയോഗിച്ച്, ക്വാണ്ടം മെക്കാനിക്കൽ എൻറ്റാങ്കിൾമെൻറ്റ് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിവരം വേറൊരു സ്ഥലത്തേക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എത്തിക്കാൻ കഴിയില്ല. അതിന് പ്രകാശത്തിൻ്റെ വേഗതയിൽ മാത്രമേ കഴിയുകയുള്ളൂ. എൻറ്റാങ്കിൾമെൻറ്റ് ഉപയോഗിച്ച് ഒരേ സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് മെസ്സേജസ് അയക്കാം എന്നെല്ലാം പറയുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവർ ആണ്, അല്ലെങ്കിൽ ആ പറയുന്നത് തെറ്റാണ്. അങ്ങനെ കഴിയില്ല എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്കലായിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്പിരിറ്റിൽ ഐൻസ്റ്റൈൻ പറയുന്ന പോലെ ഇൻ സ്പിരിറ്റ് റിലേറ്റിവിറ്റിയുടെ ഇതുമായിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിലും അത് റിലേറ്റിവിറ്റിയെ വയലേറ്റ് ചെയ്യുന്നില്ല. തിയറിയിലോ എക്സ്പെരിമെൻറ്റിലോ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അവകാശവാദം ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ മെഷർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞ്, അല്ലെങ്കിൽ ആറ്റം മെഷർ ചെയ്ത് കഴിയുമ്പോൾ നോട്ട് ഡീക്കേഡ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പുതിയ സ്റ്റേറ്റ്, അതായത് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞുള്ള പുതിയ സ്റ്റേറ്റ് ഈ കൊടുത്തിരിക്കുന്നതാണ്. S2 = ND ആൻഡ് നോട്ട് ഡീക്കേഡ് ആൻഡ് എലൈവ് എന്നുള്ള അവസ്ഥയിലാണ് മൊത്തം സിസ്റ്റം ഉള്ളത്. പൂച്ചയും ആറ്റവും അടങ്ങുന്ന വേവ് ഫംഗ്ഷനാണ് മൊത്തത്തിൽ കൊളാപ്സ് ആയത്. ആറ്റത്തിൽ നടത്തിയ മെഷർമെൻറ്റ് പൂച്ചയുടെ സ്റ്റേറ്റിനെയും എങ്ങനെയോ മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ബോക്സ് എന്നതുകൊണ്ട് പുറമേ ലോകത്തു നിന്നുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്ത സിസ്റ്റമാണ്, ഐസൊലേറ്റഡ് ആണ് എന്നത് സൂചിപ്പിക്കാനാണ് പെട്ടിക്കകത്ത് അടച്ച പൂച്ചയുടെ കാര്യം പറയുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇനി എൻവയോൺമെൻറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കഴിയില്ല. പെട്ടിയുടെ ഉള്ളിൽ എയർ മോളിക്യൂൾസ് ഉണ്ട്, അത് ബോക്സിൻ്റെ മോളിക്യൂൾസായിട്ട് ഇതെല്ലാം ഇൻറ്ററാക്ട് ചെയ്യും. ഈ എയർ മോളിക്യൂൾസ് പൂച്ചയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും.
ഈ എയർ മോളിക്യൂൾസ് തന്നെ പൂച്ചയായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത എയർ മോളിക്യൂൾസ് തന്നെ ബോക്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അങ്ങനെ പുറം ലോകത്ത് നിന്ന് ബോക്സിലെ ആറ്റംസ് മോളിക്യൂളും അതിൻ്റെ പുറത്തുള്ള എയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അങ്ങനെ പുറം ലോകമായിട്ട് തന്നെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് നമുക്ക് ആ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നുള്ളത് ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്, ചിന്താപരീക്ഷണത്തിൽ മാത്രം കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ എൻവയോൺമെൻറ്റ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി വാക്യൂം ആക്കുകയാണെന്ന് കരുതുക. വാക്യൂം ആക്കുകയാണെങ്കിലും മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിസിക്കലി പോസിബിൾ അല്ല. നമ്മൾ തത്വത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ സിസ്റ്റം എൻവയോൺമെൻറ്റുമായിട്ടും എൻറ്റാങ്കിൾഡ് ആവണം. സിസ്റ്റം എൻവയോൺമെൻറ്റുമായിട്ടും എൻറ്റാങ്കിൾഡ് ആവണം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പൂച്ചയുടെ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. പൂച്ചയുടെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാം എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷേ എൻവയോൺമെൻറ്റ് സ്റ്റേറ്റ് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ കഴിയില്ല. തത്വത്തിൽ കഴിയുമായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല. അതായത് ഓരോ നേരത്തെ പൂച്ചയുടെ അവസ്ഥ പറയാൻ നമ്മൾ പറഞ്ഞത് പൂച്ചയുടെ ശരീരത്തിലുള്ള ആറ്റങ്ങളുടെ കാര്യമാണ്. പൂച്ചയുടെ ശരീരത്തിലുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് പൂച്ചയുടെ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷേ പൂച്ച കിടക്കുന്ന പെട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള എയർ മോളിക്യൂൾസിൻ്റെ കാര്യം എടുക്കുക. പൂച്ച ചത്ത് കിടക്കുകയാണെങ്കിൽ എയർ മോളിക്യൂൾസിൻ്റെ കോൺഫിഗറേഷൻ രീതിയിലായിരിക്കും. പൂച്ച ജീവനോട് ഇരിക്കുകയാണെങ്കിൽ എയർ മോളിക്യൂൾസിൻ്റെ കോൺഫിഗറേഷൻ വേറെ രീതിയിലായിരിക്കും. കാരണം അതിൻ്റെ പൊസിഷനും അതിൻ്റെ ഷേപ്പും എല്ലാം വ്യത്യാസമുണ്ട് ചത്ത് കിടക്കുന്ന പൂച്ചയും ജീവിച്ചിരിക്കുന്ന പൂച്ചയും തമ്മിൽ. അപ്പോൾ അത് എൻവയോൺമെൻറ്റുമായിട്ട് എൻറ്റാങ്കിൾഡ് ആകും. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് നമ്മൾ പറഞ്ഞ പ്രകാരം എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് എൻവയോൺമെൻറ്റുമായിട്ടും എൻറ്റാങ്കിൾഡ് ആകും സിസ്റ്റം. അതായത് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ മുഴുവൻ സിസ്റ്റം പറയുകയാണെങ്കിൽ എന്ത് പറയണം? നോട്ട് ഡീക്കേഡ്, എലൈവ് ആൻഡ് എൻവയോൺമെൻറ്റ് 1. എൻവയോൺമെൻറ്റ് 1 എന്ന് പറഞ്ഞ് E1 എഴുതിയിരിക്കുന്നത്. മൊത്തം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റും കൂടെ ഉൾപ്പെടുത്തിയ സ്റ്റേറ്റ് ഇതാണ്. അതായത് എൻവയോൺമെൻറ്റുമായിട്ട് എൻറ്റാങ്കിൾഡ് ആയ സ്റ്റേറ്റ് ഇതാണ്. നോട്ട് ഡീക്കേഡ്, എലൈവ്, എൻവയോൺമെൻറ്റ് 1. എൻവയോൺമെൻറ്റ് 1 എന്ന് പറയുന്നത് ജീവനോടുള്ള പൂച്ച ജീവനോടെ ഇരിക്കുമ്പോഴുള്ള എയർ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ്. ആ സൂപ്പർ പൊസിഷനിലെ രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഡീക്കേഡ്, ഡെഡ്, എൻവയോൺമെൻറ്റ് 2. എൻവയോൺമെൻറ്റ് 2 എന്ന് പറയുന്നത് ജീവനില്ലാത്ത പൂച്ചയായിട്ട് ബന്ധപ്പെട്ട അതിന് ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിൻ്റെ അല്ല എൻവയോൺമെൻറ്റിലെ ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ എൻവയോൺമെൻറ്റിൻ്റെ എല്ലാ ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ് നമുക്ക് അറിയില്ല, നമുക്ക് എഴുതാൻ കഴിയില്ല. അത് അൺനോൺ ആണ്. അപ്പോൾ അൺനോൺ ആയിട്ടുള്ളൊരു ഇതുമായിട്ട് സിസ്റ്റം എൻറ്റാങ്കിൾഡ് ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എൻറ്റാങ്കിൾഡ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് അറിയാത്തൊരു സിസ്റ്റമായിട്ട്, ഉദാഹരണത്തിന് ഈ കേസിൽ എൻവയോൺമെൻറ്റുമായിട്ട് അല്ല കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റമായിട്ട് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എൻറ്റാങ്കിൾഡ് ആവുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം പോലെ പെരുമാറും എന്ന് നമുക്ക് തിയററ്റിക്കലി തന്നെ തെളിയിക്കാൻ കഴിയും. അതായത് ഈ സൂപ്പർ പൊസിഷൻ പോലുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ കാര്യങ്ങളുടെ എഫക്റ്റ് ഇല്ലാതാവുകയും സിസ്റ്റം ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിന് കാരണം എൻവയോൺമെൻറ്റിലെ എല്ലാ പൂച്ചയുടെ സ്റ്റേറ്റ് നമ്മൾ അറിയാമെന്ന് പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റിലെ എല്ലാ ആറ്റങ്ങളുടെ സ്റ്റേറ്റ് നമുക്ക് അറിയാമെന്ന് അസ്യൂം ചെയ്യാൻ കഴിയില്ല. എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് എൻവയോൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂച്ചയുടെയും ആറ്റത്തിൻ്റെയും കമ്പൈൻ സ്റ്റേറ്റ് നമുക്ക് പറയാൻ ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. എൻറ്റാങ്കിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ ഒഴിച്ചു നിർത്തി നമ്മൾ പൂച്ചയുടെയും ആറ്റത്തിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അതൊരു ക്ലാസിക്കൽ സിസ്റ്റം പോലെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് തെളിയിക്കാൻ കഴിയും. വേറെ രീതിയിൽ പറഞ്ഞാൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം അല്ല എൻവയോൺമെൻറ്റുമായിട്ട് എൻറ്റാങ്കിൾഡ് ആകുന്നത് കാരണം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഒരു ക്ലാസിക്കൽ സിസ്റ്റം പോലെ പ്രവർത്തിച്ചു തുടങ്ങും. ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള എല്ലാ എഫക്ട്സും അവിടെ അപ്രത്യക്ഷമാകും. സിസ്റ്റം ഈ എൻറ്റാങ്കിൾമെൻറ്റ് കാരണം അല്ല ഇൻറ്ററാക്ഷൻ കാരണം എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം സിസ്റ്റം ഒരു പ്യൂർലി ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങും. ഇതിനെയാണ് ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. ഇത് ക്വാണ്ടം മെക്കാനിക്കലായിട്ട് സിസ്റ്റം ബിഹേവ് ചെയ്യുന്ന അവസ്ഥയാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്വാണ്ടം മെക്കാനിക്കൽ അവസ്ഥകൾ നഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. ഇനി ഡീകോഹിറൻസ് എന്ന് പറയുന്നത് വളരെ തിയററ്റിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡീകോഹിറൻസ് നടക്കാനുള്ള സമയം നമുക്ക് കണക്കാക്കാൻ കഴിയും. അതായത് എത്ര സമയം കൊണ്ടാണ് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എത്ര സമയം കൊണ്ടാണ് അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ സ്വഭാവം സിസ്റ്റത്തിന് നഷ്ടമാകുന്നതെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇതിനെയാണ് ഡീകോഹിറൻസ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് ഇലക്ട്രോൺ പോലുള്ള മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എൻവയോൺമെൻറ്റിൽ നിന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഡീകോഹിറൻസ് ടൈം വളരെ കൂടുതലായിരിക്കും. അതായത് കുറേ സമയത്തേക്ക് ക്വാണ്ടം മെക്കാനിക്കൽ സ്വഭാവം കാണിക്കാൻ ചെറിയ കണികകൾക്ക് കഴിയും. പക്ഷേ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ വലിയ കണികകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീകോഹിറൻസ് ടൈം വളരെ കുറവായിരിക്കും. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സമയങ്ങളിൽ ഡീകോഹിറൻസ് സംഭവിക്കും. അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിക് ലോകത്ത്
ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതിനൊരു ഉത്തരമാണ് ഈ ഡീകോഹിറൻസ് എഫക്റ്റ് എന്ന് പറയാം. ഇതിനെയാണ് ക്വാണ്ടം ഡീകോഹിറൻസ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഡീകോഹിറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയത്. ഈ ക്വാണ്ടം ഡീകോഹിറൻസ് ആണ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാരണം ഈ ക്വാണ്ടം മെക്കാനിക്കൽ സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥ, അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലിയ തടസ്സം. ഇതുകൊണ്ട് തന്നെ ഈ ഡീകോഹിറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, ഐസൊലേറ്റഡ് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സസ് പ്രധാനമാകുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസിലാണ്. അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് നന്നായി ഐസൊലേറ്റ് ചെയ്തതും വളരെ മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ ഉടനെ ഡീകോഹിറൻസ് സംഭവിക്കും, പിന്നെ ക്ലാസിക്കൽ മതി. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതുമായ ഒബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് വാലിഡ് ആവുകയുള്ളൂ. മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ ക്വാണ്ടം മെക്കാനിക്കൽ സൂപ്പർ പൊസിഷൻ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിനെ എൻവയോൺമെൻറ്റിൽ നിന്ന് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയണം. ഡീകോഹിറൻസ് ടൈം കൂട്ടി കൊണ്ടുവരാൻ കഴിയണം ഐസൊലേറ്റ് ചെയ്യുന്നതിലൂടെ. കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഏറെക്കുറെ പ്രാക്ടിക്കലി ഡീകോഹിറൻസ് ടൈം കൂട്ടുകയാണെങ്കിൽ കുറച്ച് സമയത്തെങ്കിലും കാണാൻ കഴിയും. ക്വാണ്ടം കമ്പ്യൂട്ടേഷനിലെല്ലാം ഈ സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ചാണ് കാൽക്കുലേഷൻസ് എല്ലാം നടത്തുന്നത്. അപ്പോൾ അവിടെ ഈ ഡീകോഹിറൻസ് ടൈം കൂട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി. ഇത്രയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സൂപ്പർ പൊസിഷനെ കുറിച്ച് പറഞ്ഞു, മെഷർമെൻറ്റ് പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ചും പറഞ്ഞു. അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി മെഷർമെൻറ്റ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺഷ്യസ്നസ് ഹൈപ്പോത്തസിസും കൂടി ഉണ്ട്. അതും കൂടെ പറഞ്ഞ് ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാം, അല്ല പ്രസൻറ്റേഷൻ്റെ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇതിനെ ഞാൻ വിളിക്കുന്നത് ക്വാണ്ടം കോൺഷ്യസ്നസ് 1 എന്നാണ്. ക്വാണ്ടം കോൺഷ്യസ്നസ് 1 എന്ന് വിളിക്കുന്നത് വേവ് ഫംഗ്ഷൻ കൊളാപ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നില്ല. ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് നമ്മുടെ ബോധമാണ് കാരണം എന്നുള്ളൊരു സങ്കല്പത്തെയാണ് ക്വാണ്ടം കോൺഷ്യസ്നസ് 1 എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ് ഏതോ രീതിയിൽ വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണമാകുന്നത് എന്നൊരു സങ്കല്പമുണ്ട്. ഇത് ആദ്യകാല ക്വാണ്ടം ഫിസിസിസ്റ്റായ യൂജീൻ വിഗ്നറിനെ പോലുള്ളവർ പരിഗണിച്ച് തള്ളിക്കളഞ്ഞൊരു ഇതാണ്. അന്ന് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ഇത്ര അറിവില്ലായിരുന്നു. മെഷർമെൻറ്റ് പ്രോബ്ലം വളരെ ഫ്രഷ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു, അധികം തിയറീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ കോൺഷ്യസ്നെസ്സിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊരു കാര്യം അവർ പരിഗണിച്ചിരുന്നു. പക്ഷേ സയൻറ്റിഫിക് ലോകത്ത് ഇന്ന് യൂജീൻ വിഗ്നറിനെ അന്ന് തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ന് ഗൗരവമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സങ്കല്പമല്ല കോൺഷ്യസ്നെസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം എന്ന സങ്കല്പം. ഈ സങ്കല്പത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ അസ്യൂം ചെയ്യുന്നത് മെറ്റീരിയൽ വേൾഡിൽ നിന്ന് വ്യത്യസ്തമായി കോൺഷ്യസ്നെസ് എന്നൊരു എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ അറിവനുസരിച്ച് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രതിഭാസം തന്നെയാണ്. നമ്മുടെ ബ്രെയിനിലെ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ബ്രെയിനിലെ ന്യൂറോണുകളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന തികച്ചും ഫിസിക്കലായിട്ടുള്ളൊരു ഫിനോമിനാണ് കോൺഷ്യസ്നെസ്. അല്ലാതെ ഈ ബ്രെയിനിൻ്റെ എല്ലാ മെറ്റീരിയൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് മാറി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ പുതിയൊരു എൻറ്റിറ്റി ഇല്ല. അതുപോലെ ഈ കോൺഷ്യസ്നെസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സൊല്യൂഷൻ അല്ല, അത് ഒരു രക്ഷപ്പെടലാണ്. നമുക്കറിയാത്തൊരു കാര്യത്തോട് ഇത് കൂട്ടിക്കെട്ടിലാണ്. അത് സോൾവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ചെയ്യുന്നത്. എങ്ങനെയാണ് കോൺഷ്യസ്നെസ് മെറ്റീരിയലായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇലക്ട്രോണുമായിട്ട് കോൺഷ്യസ്നെസ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എന്താണ് കോൺഷ്യസ്നെസ്സിൻ്റെ നേച്ചർ, ഈ ഇൻറ്ററാക്ഷൻ വേറെ ഏതൊക്കെ രീതിയിൽ കാണാൻ കഴിയും എന്നുള്ള അനേകം ചോദ്യങ്ങൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം സോൾവ് ചെയ്യുന്നുമില്ല. ആ ക്വസ്റ്റ്യൻ ഒരു പടി കൂടെ മുന്നോട്ട് മാറ്റിയെന്നല്ലാതെ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യുന്നില്ല. കോൺഷ്യസ്നെസ് എങ്ങനെയാണ് വേവ് ഫംഗ്ഷനെ കൊളാപ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അതിപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്ന രക്ഷപ്പെടൽ ഉത്തരമുണ്ടല്ലോ, അതുപോലൊരു ഉത്തരം മാത്രമാണ് ഇത്. അതിന്ന് ശാസ്ത്രലോകത്ത് സീരിയസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നില്ലെങ്കിലും കപടശാസ്ത്ര ലോകത്ത് ഇതിനിന്നും പ്രചാരമുണ്ട്. ദീപക് ചോപ്രയെയും റോബർട്ട് ലാൻസയെയും പോലുള്ളവർ ക്വാണ്ടം കോൺഷ്യസ്നസ് 1 എന്ന് ഞാനീ വിളിച്ച വാദം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്. സാബു ജോസിൻ്റെ തന്നെ മേൽ പറഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ ക്വാണ്ടം കോൺഷ്യസ്നസ് 1ൻ്റെ ചില ആർഗ്യുമെൻറ്റ്സും കൂടെ വരുന്നുണ്ട്. ഇത് രണ്ട് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടെന്ന് പറഞ്ഞത് വേറെ തരം ക്വാണ്ടം കോൺഷ്യസ്നസ് സിദ്ധാന്തം കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് അടുത്ത പ്രസൻറ്റേഷനിൽ പറയും. അതായത് ഇവിടെ പറയുന്നത് ക്വാണ്ടം കോൺഷ്യസ്നസ് 1ൻ്റെ കീഴിൽ പറയുന്നത് കോൺഷ്യസ്നസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം എന്നാണ്. പക്ഷേ ക്വാണ്ടം കോൺഷ്യസ്നസ് 2 എന്നൊരു അപ്രോച്ച് ഉണ്ട്. ഞാനാണ് ക്വാണ്ടം കോൺഷ്യസ്നസ് 2 എന്ന് വിളിക്കുന്നത്. ആ അപ്രോച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ അപ്രോച്ച് പറയുന്നത് നമ്മുടെ ബോധം ഉണ്ടാകുന്നതിൽ, ബോധം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതിൽ ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്, ക്വാണ്ടം മെക്കാനിക്കൽ നിയമങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അതാണ് പെൻറോസ് ഒരുപക്ഷെ അത്തരം അപ്രോച്ചസിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒന്നാണ് റോജർ പെൻറോസിൻ്റെ കോൺഷ്യസ്നെസ് ഹൈപ്പോത്തസിസ്. അതും ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് കോൺഷ്യസ്നസ് ഉള്ള പ്രസൻറ്റേഷൻ്റെ ആദ്യ ഭാഗം അവസാനിച്ചു. നമ്മളിവിടെ ചെയ്തത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ കണ്ടു, സൂപ്പർ പൊസിഷൻ കണ്ടു, മെഷർമെൻറ്റ് പ്രോബ്ലം കണ്ടു, എൻറ്റാങ്കിൾമെൻറ്റ് കണ്ടു, ഡീകോഹിറൻസ് എന്താണെന്ന് കണ്ടു. അതുപോലെ ക്വാണ്ടം കോൺഷ്യസ്നസ് 1 എന്ന് നമ്മൾ വിളിക്കുന്ന സങ്കല്പം എന്താണെന്നും നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത ഭാഗത്ത്, പ്രസൻറ്റേഷൻ്റെ രണ്ടാം ഭാഗത്ത് ആത്മാവിൻ്റെ കപടശാസ്ത്രങ്ങൾ,
ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പല ജാർഗണുകളും എങ്ങനെയാണ് കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ ഉപയോഗിക്കുന്നത്, അത്തരം വാദങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ പോലും അത്തരം വാദങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഈ പ്രസൻറ്റേഷൻ്റെ രണ്ടാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ആത്മാവിൻ്റെ കപടശാസ്ത്രങ്ങൾ.